റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 416. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. അനുഗ്രഹീതമായ റമളാൻ ശരീഫിൻ്റെ നരകമോചനത്തിൻ്റെ 10 ദിനരാത്രങ്ങൾ, അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റഹ്മത്തും മഗ്ഫിറത്തും കിട്ടിയവരിൽ നമ്മെല്ലാവരെയും കാരുണ്യവാനായ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. റഹ്മത്തും മഗ്ഫിറത്തും കിട്ടിയ ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ നരകമോചനം സാധ്യമാകൂ. പക്ഷെ ഇവിടെ വളരെ വലിയ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. കാരണം സൃഷ്ടാവ് തന്നെ ആ പ്രതീക്ഷയാണ് നമ്മുടെ മുന്നിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെക്കുറിച്ചും ധാരാളം സ്ഥലങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. പ്രതീക്ഷയുടെ വഴികളാണ് നിരാശയുടെ സാഹചര്യങ്ങളെക്കാൾ ഏറെ പ്രാധാന്യത്തോടെ അള്ളാഹു നമുക്ക് ഖുർആനിലൂടെ നൽകിയിട്ടുള്ളത്. അള്ളാഹു കാരുണ്യവാനാണ്, റഹീമാണ്, റഹ്മാനാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ കുറിച്ചും ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ്, അള്ളാഹു എല്ലാ പാപങ്ങളെയും പുറത്തു കൊടുക്കുന്നവനാണ്. അള്ളാഹു ഗഫ്ഫാറാണ്. അങ്ങനെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യങ്ങളാണ് റഹ്മത്തിലും മഗ്ഫിറത്തിലുമായി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കിട്ടിയ ആളുകൾക്ക് നരകമോചനം സാധ്യമാകും. ആ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. എന്താണ് ഈ നരകം എന്ന് പറയുന്ന വല്ലാത്ത ശിക്ഷാ കേന്ദ്രമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ കൃത്യമായി ആ വിഷയകമായി കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടവരും ഗ്രഹിച്ചവരുമാണ്. ഈ പ്രപഞ്ചത്തിൽ ഗുണങ്ങൾ ചെയ്യുന്ന സൽഗുണ സമ്പന്നന്മാരായി ജീവിച്ച സുഹൃതങ്ങളുടെ തോഴന്മാരായി കഴിഞ്ഞ ഒരുപാട് ആളുകൾ, മറുഭാഗത്തോ അധാർമികതയുടെ അനാചാരങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നാട്ടിൽ തന്നെയും ഒരു ശാപമായി ആർക്കും ഒരു ഉപകാരമില്ലാത്ത വിധം മൃഗതുല്യമായ അതല്ലെങ്കിൽ പൈശാചികമായ തലങ്ങളിലേക്ക് ജീവിതം എത്തിച്ച മറ്റൊരു വിഭാഗം. ഈ രണ്ട് വിഭാഗത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം, ആ കാരുണ്യം കൊണ്ട് അള്ളാഹു വരെ നന്മകൾ ചെയ്ത ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയോ അള്ളാഹുവിൻ്റെ അദാബിൻ്റെ ഭാഗമായി, ശിക്ഷയുടെ ഭാഗമായി ഇവിടെ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ചവർ
സഹജീവികൾക്ക് യാതൊരു ഉപകാരം ചെയ്തില്ല എന്ന് മാത്രമല്ല, കഴിയുന്നത്ര ഉപദ്രവകാരിയായി ജീവിച്ച ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ശിക്ഷയുടെ ഭാഗമായും അള്ളാഹുവിൻ്റെ അദാബിൻ്റെ ഭാഗമായും അവസാനം എത്തിക്കുന്ന സ്ഥലമാണ് നരകം എന്നുള്ളത്. സ്വർഗത്തിന് ഒരുപാട് മഹത്വങ്ങൾ, അനിർവചനീയമായ വിവർണാതീതമായ മോഹങ്ങളെക്കുറിച്ച്, അതിലെ മനോഹാരിതകളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് പോലെ തന്നെ അത്യന്തം കഠിനമായ, വേദനാജനകമായ, ഭീതിജനകമായ ഒരു സാഹചര്യം നരകത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാനൊരു സംഭവം പറയണം. ഒരിക്കൽ പരിശുദ്ധ പ്രവാചകനും തൻ്റെ കൂട്ടുകാരും കൂടെ ഒരു വഴിയോരത്തു കൂടെ നടന്നു പോകുന്നു. വിശുദ്ധ റസൂൽ തൻ്റെ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞു, മോനെ, എനിക്ക് കലശമായ ദാഹമുണ്ട്. അതുകൊണ്ട് ഈ മരുഭൂമിയിൽ വെള്ളം എവിടെയും ലഭ്യമല്ല. പക്ഷെ നീ എന്ത് ചെയ്യണം? തൊട്ടടുത്ത് കാണുന്ന വിരൽ ചൂണ്ടിയ ഭാഗത്തുള്ള വലിയ കുന്നിന് മുകളിൽ അവിടെ ജലശേഖരമുണ്ട്. അവിടെ ചെന്ന് എനിക്ക് വേണ്ടി വെള്ളം ആവശ്യപ്പെടണം. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരനോട് ഇത് കൽപ്പിച്ചപ്പോൾ യാതൊരുവിധ സംശയത്തിനും ഇട നൽകാതെ നേരെ ആ കുന്നിൻ്റെ മുകളിലേക്ക് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ്. എത്തി അവിടെ ചെന്ന് ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ പ്രവാചകന് വേണ്ടി വന്നതാണ്. വിശുദ്ധ റസൂൽ അല്പം വെള്ളം ചോദിക്കുന്നു. അതുകൊണ്ട് ഈ മലയോരത്ത് എവിടെയാണോ, കുന്നിന് മുകളിൽ എവിടെയാണോ ഇനി വെള്ളം ശേഖരിച്ചത്, അതിൽ നിന്ന് പ്രവാചകൻ ആവശ്യമായ വെള്ളം നൽകണം. അതിനാണ് ഞാൻ വന്നത്. പരിശുദ്ധ പ്രവാചകന് വേണ്ടി ഇത് ചോദിച്ച സമയം ആ കുന്നിൻ മുകളിൽ നിന്ന് ഭയാനകമായ രീതിയിലുള്ള ഒരു അശരീരി മുഴങ്ങാണ്. ആര് പറയുന്ന പോലെ എന്തായിരുന്നു അത്? അതിങ്ങനെയാണ്, നിങ്ങളുടെ പ്രവാചകനോട് പറയണം, എൻ്റെ ഗർഭത്തിൽ ധാരാളം ജലസ്രോതസ്സുണ്ടായിരുന്നു, ജലശേഖരണമുണ്ടായിരുന്നു, യഥേഷ്ടം വെള്ളമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറഭാഗത്തേക്കാൾ ഉൾഭാഗം ജലസമ്പത്ത് കൊണ്ട് മനോഹരമായിരുന്നു. അതേറെ എന്നെ സംബന്ധിച്ചിടത്തോളം പുളകിതമായ ഒന്നായിരുന്നു. എന്നാൽ ഇന്ന് ഞാനാകെ വരണ്ട് കിടക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും എന്നിൽ അവശേഷിക്കുന്നില്ല. ഇവർ ചോദിച്ചു, എന്താ കാര്യം? എന്തുകൊണ്ടാണ് നീ അങ്ങനെ ആയത്? ആ സമയത്ത് അവിടുന്ന് ആ ശരീരയിൽ പറഞ്ഞത്രേ, നിങ്ങളൊരായത്ത് കേട്ടില്ലേ? നരകത്തിൻ്റെ ഭയാനകത വിവരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങിയല്ലോ, വഖൂദുഹന്നാസ് വൽ ഹിജാറ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറക് അത് മനുഷ്യരും കല്ലുകളുമാണ്. മനുഷ്യരും കല്ലുകളുമാണ് അവിടെ കത്തിക്കപ്പെടുന്ന വിറക് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത് അങ്ങയുടെ പ്രവാചകനിൽ അവതരിപ്പിച്ച ആയത്ത് അങ്ങ് കേട്ടില്ലയോ? വഖൂദു അന്നാസ് വൽ ഹിജാറ. അന്നാസ് മനുഷ്യർ, ഹിജാറ കല്ലുകൾ. അവരായത്തിറങ്ങിയതോടെ ഞാൻ ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. കാരണം ആ പറഞ്ഞ കല്ലിൻ്റെ കൂട്ടത്തിൽ ഞാനുണ്ടാകുമോ എന്ന വല്ലാത്ത ഭീതി, വല്ലാത്ത ഭയം എന്നെ വേട്ടയാടുന്നു. അങ്ങനെ എൻ്റെ പേടിയുടെ ആധിക്യത്താൽ എന്നിലുണ്ടായിരുന്ന വെള്ളം അത് വരണ്ട് ഇല്ലാതെ അല്പം പോലും അവശേഷിക്കാത്ത വിധം അത് മുഴുവൻ ഉണങ്ങിയിരിക്കുകയാണ്, ശൂന്യമായിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങയുടെ പ്രവാചകനോട് ഈ ഒരു കാര്യം പറയണേ എന്ന രീതിയിലുള്ള അശരീരി കേൾക്കുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ ഈ സ്വഹാബിയെ നിയോഗിച്ചത് തന്നെ നരകത്തിൻ്റെ കാഠിന്യത്തിൻ്റെ ഭയാനകത, അതിനെക്കുറിച്ച് കൃത്യമായി പർവ്വതങ്ങൾ പോലും എത്രയാണോ ഭയപ്പെട്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ നരകത്തിൽ നിന്നാണ് നമുക്ക് മോചനം വേണ്ടത്. ആ മോചനത്തിനുള്ള വഴിയാണ് വിശുദ്ധ റമളാൻ ഷരീഫിൻ്റെ അവസാനത്തെ 10 സുദിനങ്ങളിലായി
അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അതിനെന്ത് വേണം? അള്ളാഹുവിനോട് യാചിക്കണം, അള്ളാഹുവിനോട് അപേക്ഷിക്കണം. അപേക്ഷക്കനുസരിച്ചാണല്ലോ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുക. എങ്ങനെയാണ് അള്ളാഹുവിനോട് ആവശ്യപ്പെടേണ്ടത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അവസാനത്തെ 10 സുദിനമാകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ രക്ഷിതാവായ അല്ലാഹ്, അഅ്തിഖ്നി മിനന്നാർ, നരകത്തിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണമേ. വഅദ്ഖിൽനിൽ ജന്ന, സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. യാ റബ്ബൽ ആലമീൻ, സർവലോക സംരക്ഷകനായ അല്ലാഹുവേ. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയാണ് ഈ ഒരു അവസാനത്തെ 10 എന്ന രീതിയിൽ ഇനിയുള്ള 10 ദിവസങ്ങളിൽ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. ഇത് മാത്രമല്ല, നമ്മുടെ പ്രവർത്തനങ്ങളും നാളിതുവരെ എങ്ങനെയായിരുന്നോ ആ അവസ്ഥയിൽ നിന്ന് ഇനി വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഇതുവരെ എത്തിപ്പിടിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല, ഒരുപക്ഷെ റഹ്മത്തും മഗ്ഫിറത്തും നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ പോലും നിരാശരാകാതെ എത്തുക്കുമിനന്നാർ. ഞാൻ ആദ്യത്തെ 10 അങ്ങനെയൊക്കെ ആയിരുന്നു. രണ്ടാമത്തെ 10 ഞാൻ വേണ്ടത്ര പ്രധാനുഷ്ഠാനം ശ്രദ്ധിച്ചില്ല, തറാവീഹ് ശ്രദ്ധിച്ചില്ല, മറ്റു നന്മകളൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ഇനിയും ഈ 10 അങ്ങനെ തന്നെ എന്നല്ല. നിന്റെ രക്ഷിതാവായ അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നവനാണ്, നിനക്ക് പുറത്തു തരാൻ സർവത്മന സന്നദ്ധനാണ്, സ്വമേധയ ഒരുക്കമാണ്. എന്ത് വേണം? നിന്റെ യാചന വേണം. അപ്പം ഇനി കരുതേണ്ടത്, കഴിഞ്ഞ 20 ദിവസങ്ങൾ ഞാൻ എന്തൊക്കെയാണെങ്കിലും ഇനിയുള്ള 10 സുദിനങ്ങൾ അതിനായി ഞാൻ സർവത്മന സർവസന്നാഹത്തോടു കൂടി, എന്ന് പറഞ്ഞാൽ അതിനുവേണ്ട ആവശ്യമായ ഒരുക്കങ്ങളോടുകൂടെ, പള്ളിയിൽ പോകാനാണെങ്കിൽ അങ്ങനെ, എഴുത്തിക്കാപ്പാണെങ്കിൽ അങ്ങനെ, നോമ്പിൻ്റെ ആ മഹത്വം മനസ്സിലാക്കി വ്രതാനുഷ്ഠാനം, ഖുർആൻ പാരായണം, ഇങ്ങനെ ഈ ഒരു ദിവസങ്ങൾ സമ്പന്നമാക്കി അള്ളാഹുവിലേക്ക് കേണപേക്ഷിച്ചാൽ ഇൻഷാ അല്ലാഹ് ഒരിക്കലും നിരാശപ്പെടാതെ ആ നരകമോചനം സാധ്യമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാത്ത പക്ഷം നോക്കൂ, ആ നരകത്തിൻ്റെ കാഠിന്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്ര പറഞ്ഞാലും അതിൻ്റെ കാഠിന്യത്തിൻ്റെ ഒരു അംശം പോലും ആകുന്നില്ല. നമ്മളിവിടെ എങ്ങനെ ഭയപ്പെടുത്തി പറഞ്ഞാലും, എത്രമാത്രം അതിൻ്റെ ഗൗരവം പറഞ്ഞാലും, നരകത്തിന് യഥാർത്ഥ ഗൗരവത്തിൽ നിന്നോ യഥാർത്ഥ അവസ്ഥയിൽ നിന്നോ അതിൻ്റെ ഒരു അംശം പോലും പറയാൻ നമുക്ക് കഴിയില്ല. അത്രമേൽ ഭയാനകമാണവിടെ, അത്രമേൽ ഭീതിജനകമാണവിടെ. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, മനുഷ്യരുടെ തോലുകളൊക്കെ ഉരുകിപ്പോകും. അഗ്നിനാളങ്ങളുടെ തീജ്വാലകളിൽപ്പെട്ട് ആളുകളുടെ തൊലികൾ ഉരുകി പോകുമ്പോൾ നരകത്തിലുള്ള പ്രത്യേകത എന്താ? ആ ഉരുകി തീരുന്നതോടെ അവസാനിക്കണില്ല, അള്ളാഹു വീണ്ടും പുതിയ തോല് തരുന്നതാണ്. ആ തോല് വീണ്ടും അത് ഉരുകയാണ്. അങ്ങനെ അവൻ്റെ അറ്റമില്ലാത്ത സമയം വരെ ഈ കത്തിക്കരിഞ്ഞ് ചാമ്പലായി മറ്റു ശിക്ഷയ്ക്ക് ആവശ്യമായ എന്തൊക്കെയുണ്ടോ സകലമാന വസ്തുക്കളും അല്ലാത്ത ഭയാനകമായ ഒരു അവസ്ഥയാണ് നരകം. അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് മോചനം തേടി സ്വർഗത്തിലേക്ക് യാത്ര പോകാനുള്ള ഏറ്റവും വലിയ അവസരമാണ് എന്ന് മനസ്സിലാക്കിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇനിയുള്ള 10 ദിവസങ്ങളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അനിവാര്യമായിട്ടുള്ളത്. തീർച്ചയായും അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക. ഗീബത്തും നമീമത്തും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള പ്രയത്നത്തോടുകൂടെ, താല്പര്യത്തോടുകൂടെ ജീവിതം സമ്പന്നമാക്കാൻ കാരുണ്യവാനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇന്നിവിടെ ചോദിക്കട്ടെ. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.